എന്റെ പാട്ട് എങ്ങനെയുണ്ട്? വിശ്വനാഥ് സാർ വല്ലതും പറഞ്ഞോ? വിശേഷങ്ങളൊക്കെ നമുക്ക് പിന്നെ പറയാം. നീ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് വേഗം പുറപ്പെടാൻ നോക്ക്. എങ്ങോട്ട്? ഞങ്ങൾ ഒരു ഫ്ലാറ്റ് ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഇനി അവിടെ താമസിച്ചാ മതി. ചൊല്ല് ചൊല്ല് നീ ചൊല്ല് ചൊല്ല് ഹായ് ഹായ് ചൊല്ല് ചൊല്ല് നീ ചൊല്ല് ചൊല്ല്. നീ എന്താണോ ആലോചിക്കണത്? ഞാൻ ഒരു ഓട്ടോ വിളിക്കാം. ഓട്ടോയിൽ കൊള്ളാവുന്ന സാധനങ്ങളല്ലേ ഉള്ളൂ. വരട്ടെ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്താ ഇത്? എടോ ശുംഭ, നിന്റെ പാട്ട് വിശ്വാസ് സാറിന് മാത്രമല്ല പ്രൊഡ്യൂസർമാർക്കും ഡയറക്ടർമാർക്കും ഒക്കെ വളരെ ഇഷ്ടായി. ഈ പടത്തിലെ മെയിൽ വോയിസ് മുഴുവൻ നീയാണ് പാടുന്നത്. ഇപ്പൊ മനസ്സിലായ? ഇനി നിന്റെ തരംഗമാണ് വരാൻ പോകുന്നത്. എന്ന് വെച്ചാൽ നിന്റെ കാലം. അതായത് നിന്റെ പാട്ടുകള് ഹിറ്റും കഴിഞ്ഞ് സൂപ്പർ ഹിറ്റും കഴിഞ്ഞ് മെഗാ ഹിറ്റും കഴിഞ്ഞ് മെഗാ ഹിറ്റിലേക്ക് കടക്കാൻ പോകുന്നു എന്നർത്ഥം. ഭൈരവം പറഞ്ഞതാ. ഞാനിത് എത്ര കാലായി, എത്ര പേരെ കണ്ടിരിക്കണു, എത്ര പേരെ കാണാൻ പോണു. എന്റെ മോള് ചഞ്ചലിനാണ് ഇക്കാര്യത്തിൽ വളരെ സന്തോഷം. രണ്ടുപേരോടും ഞാൻ എന്നും കടപ്പെട്ടവനായിരിക്കും. ആയിക്കോട്ടെ, അതിലൊന്നും ഒരു വിരോധവുമില്ല. സംസാരിച്ച് സമയം കളയാതെ വേഗം പുറപ്പെടും. ചൊല്ല് ചൊല്ല് നീ ചൊല്ല്. നിനക്കെന്താ ഒരു പരിങ്ങിക്കളി? ഒന്നുമില്ല. അല്ല, പാട്ടിയോടൊന്ന് പറയണ്ടേ? അതൊക്കെ ഞാൻ പറഞ്ഞോളാം. അവര് ക്രിക്കറ്റ് കാണുമായിരിക്കും. ഇപ്പൊ വിളിച്ചാ വരില്ല. നീ ഇപ്പൊ പുറപ്പെട്. വേറെ വല്ല പ്രശ്നമുണ്ടോ? ഒന്നുമില്ല. ആദ്യമായി എനിക്കൊരു പാട്ട് പാടാൻ അവസരം കിട്ടുന്നത് ഈ മുറി താമസിക്കുമ്പോഴാ. നല്ലൊരു ആശയമുള്ള സ്ഥലം. പെട്ടെന്ന് മറ്റൊരിടത്തേക്ക് മാറുമ്പോ അത് നഷ്ടപ്പെട്ടാലോന്ന് പേടി. അത് ശരിയാണ് അച്ഛ പറഞ്ഞത്. കുറച്ച് പാട്ടുകൾ കൂടെ പ്രേം ഇവിടെ താമസിച്ചുകൊണ്ട് തന്നെ പാടട്ടെ. ഇതാപ്പ നന്നായി. ഇനി പ്രേമിനെ കാണാൻ ധാരാളം ആളുകൾ വരാനും പോവാനും ഉണ്ട്. ഒരു നല്ല ഫ്ലാറ്റിലേക്ക് മാറ്റി താമസിപ്പിക്കണമെന്ന് പറഞ്ഞത് നീയാണ്. എല്ലാ ഏർപ്പാടുകളും ചെയ്തത് നീയാണ്. ഇപ്പൊ നിനക്കെന്താ പറ്റി? പ്രേം പറഞ്ഞപ്പോഴാ ഓർത്തത് സ്ഥലത്തിന്റെ രാശി. അല്ല, ഒന്ന് വേരുറപ്പിച്ചിട്ട് മാറി താമസിച്ചാ പോരെ? ആയിക്കോട്ടെ, ഇനി നിന്റെ ഇഷ്ടം. വാ മോളെ, വേര് പറിച്ചു കളയായിരുന്നാ മതി. സൂക്ഷിച്ച്. എന്ത് ഇടി ഭയങ്കര ഇത് കല്ലല്ലേ? വേണ്ടാട്ടാ, തമാശകളാ. சுப்பு, அந்த போஸ்டர் பார்த்தாச்சா? அதுக்கு நம்ம தானே பூஜை பண்ணது. இதுக்கா? அது நம்ம இல்ல இல்லையா? அவன் தானே. சுப்பு, சுப்பு, அந்த நம்பூரி வண்டி பின்னாலே நம்ம ஹேம பொண்ணு தானே? அப்படிதான் எனக்கும் தோணுது. ஆபாசன் முட்டாளன். அவன் ரொம்ப மோசக்காரனாக்குமே. வாடா. സ്കൂട്ടർ വാതിൽ നമ്മൾ കണ്ടെന്ന് തോന്നുന്നു. വേഗം വേഗം സ്പീഡിൽ വിട്. പുറകെ ഉണ്ടോ നോക്കിയവര്? അയ്യോ, ഒന്ന് വേഗം വിട്ടേ. വേഗം പറയുന്ന റോക്കറ്റാണോ? പുറകില് വണ്ടി നിർത്ത്. சொன்னா கேட்க மாட்டேன். வண்டி நிறுத்து. ഇതിലേ പോവാം. ഫാസ്റ്റ് ഇതിലേ. ரொம்ப புத்திசாலி. அவாய்ட் பண்ணி இந்த வழியே போய்ட்டா. டேய் சுப்பு, நமக்கு அந்த வழியே போலாம்டா. താങ്ക് ഗോഡ്. ഇല്ലല്ലോ പറയില്ലേ? അമ്മച്ചി വഴി മാറൂ. நிறுத்துடா வண்டி ஆபாஷா. என்னடா இது? பிரேம் பூஜாரி பொண்ணை கடத்தின்னு போய் பாக்குறியாடா? கிட்னாப். உனக்கு இதுதான் வேலையா? நீ என்ன அமெரிக்கன் நினைச்சாடா? இந்தியா பொண்ணை இறக்கி விடுறாங்கல. எந்தினாவது குந்தினாவது பொண்ணை இறக்கி விடுறாங்கல. ஏய், இறங்கி வாடிங்க. எடியா? என்னையா? വേണ്ടേ? என்ன வேணும்? ஒண்ணுமே வேண்டாம். ஒண்ணும் வேண்டே. പിന്നെ എന്തിനാ എന്നോട് ഇറങ്ങാൻ പറഞ്ഞത്? ஒரு சின்ன சந்தேகம் வந்துருச்சு. மன்னிச்சிடுங்க. സന്ദേഹമോ? നാണല്ലേ വാദ്യരെ? ഈ വയസ്സിൽ പൂവലന്മാരെ പോലെ പെൺകുട്ടികളുടെ പുറകെ നടക്കാൻ ഞാൻ ഇപ്പൊ പോലീസിനെ വിളിക്കാം. പോലീസെ കൂപ്പിട വേണ്ട. മன்னிச்சிடு. ஒரு சின்ன அபத்தம் பற்றியதாக்கும்.
ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കൂ. പൊള്ളി. നിങ്ങൾക്ക് ഇയാൾ അറിയോ? ആ അറിയാം, ഞാൻ താമസിക്കുന്ന വീട്ടിൽ അടിക്കടി വരാറുണ്ട്. ഷാപ്പാട് അടിക്കാൻ. സാറില്ല, പോട്ടെ, പാവ ബാബാ കേറ്. ബൈ ദ ബൈ, ഇതെന്റെ കസിൻ ഉണ്ണിമായ, ഇവിടെ എത്തിരാജ് കോളേജിൽ പഠിക്കുന്നു. പോട്ടെ, ബൈ. എടേ സുബു, ഇവൻ വന്ന് ஐயோ சுபு, நீ மகாலிங்கபுரம் கோயில்ல போய் இவன் எங்க பூஜாரியான்னு தெரிஞ்சிட்டு வா. சரி சரி. போ. இங்க சாப்பிடல. போடா போ. ഇതും വാശിച്ചിങ്ങ ഉட்கார்ந்தா போதுமா? പ്രേമദത്തൻ നമ്പൂതിരി ഇന്ന് കോവിലിൽ പോയില്ലേ? ഇല്ല സ്വാമി, ഇന്ന് എനിക്ക് ലീവാ. அப்படியா? വളരെ ഉപകാരം. ഇങ്ങ പക്കത്ത് വീട്ടിൽ ഒരു ഉപനയനം. ഞാൻ താ വാദ്യാർ. കർമ്മத்துக்கு ഒരു ബ്രാഹ്മണൻ കുറവ്. கொஞ்சம் ഹെൽപ്പ് ചെയ്യണം. പുറപ്പെടുങ്കോ. അല്ല സ്വാമി, എനിക്ക് അർജന്റായിട്ട് വേറെ സ്ഥലം വരെ പോണമായിരുന്നേ. அதுக்கென்ன ദക്ഷിണ വാങ്ങിട്ട് 5 நிமிஷத்துல வந்துடலாமே. അല്ല, வாத்தியார் கூப்பிட்டா வையான்னு சொல்லப்படாது. போயிட்டு வா. മാമി ചൊല്ലി തട്ടാതെ പുറപ്പെടുങ്കോ. അല്ല, ഞാൻ അവിടെ വരെ പോയിട്ട് വന്നിട്ട് ഹോമத்துக்கு ഗിറ്റാർ தேவையில்லை. ഇങ്ങ വെച്ചല്ലേ. ഞാൻ അവിടെ വരെ പോയിട്ട് പെട്ടെന്ന് വരാം. സാപ്പാട് കൊണ്ട് നിക്ക വേണ്ട. വാങ്ങോ വാങ്ങോ. പെട്ടെന്ന് വരാം. അവിടെ ഒരു കാര്യം സിമ്പിൾ. മാമി ரொம்ப താങ്ക്സ്. വാങ്ങോ വാങ്ങോ. அந்த பலகையில உட்காருங்கோ. மந்திரம் தெரியும்ல, சொல்லுங்க. அக்னி தேவாய தீமஹே அக்னியே സ്വാഹാ, அக்னி தேவாய தீமஹே அக்னியே സ്വാഹാ. மந்திரம் முழுவனாக சொல்லுங்க. സ്വാഹാ. இந்த ഹോമ മന്ത്രം അറിയില്ലേ? പഠിച്ചിരുന്നു, മറന്നുപോയി. ഇപ്പം സ്വാഹ എന്ന് മാത്രം ഓർമ്മയുള്ളൂ. ഗായത്രി தெரியுമോ? ഏത് ഗായത്രി? ഗായത്രി മന്ത്രം അറിയുമോ എന്നാണ് ചോദിച്ചത്. അതും പഠിച്ചിരുന്നു, മറന്നുപോയി. മറന്നുപോകാത്ത ഏതെങ്കിലും മന്ത്രം കൈവശമുണ്ടോ? വന്ദനം, പ്രഭാതവന്ദനം, സന്ധ്യാവന്ദനം, പുണ്യാഹമന്ത്രം. സ്വാഹ. എഴുന്നേൽക്ക്. Tell the truth. നീ ബ്രാഹ്മണ? അല്ല, ക്രിസ്ത്യാനിയാണ്. ചണ്ടാല പയലേ, ഇവൻ ബ്രാഹ്മണനല്ലേ, ക്രിസ്ത്യാനിയാക്കും. അപചാരം അപചാരം. എല്ലാം അശുദ്ധമായി പോച്ചു. കർമ്മങ്ങളിൽ ആരംഭത്തിൽ നടത്തുക. சுப்பு, எல்லாம் எடுத்தாச்சு இல்லையா? எடுத்தாச்சு மாமி, எடுத்தாச்சு. அங்கங்க ஓரமா வை. சரி. எல்லாம் என் தலையில எழுத்து. கர்மம் கர்மம். நான் பல வாட்டி சொன்னேன் அந்த பையன் மேல எனக்கு சந்தேகம் இருக்குன்னு. அப்படொன்னும் மாமி விசுவசில்ல. இப்ப என்ன சொல்றேன்? சொந்த பந்தத்தில் உள்ள நம்பூரி பையன் அல்லவா? இந்த பட்டாபியை யாரால ஏமாத்த முடியாது. ஆமா ஆமா. இப்ப புரிஞ்சுதா? அதான் பைரவ மருந்துண்டு. நீங்க அவங்கிட்ட ஒன்னும் பேச வேணாம். அவங்கிட்ட ஸ்ட்ராங்கா 2 வார்த்தை நான் பேசிக்கிறேன். അന്ന് ഞാൻ വിളിച്ചപ്പോ വന്നാ മതിയായിരുന്നു. എന്താ എന്ത് മര്യാദയാണ് നിങ്ങൾ കാണിച്ചത്? ഒന്നും தெரியாத மாதிரி பேசுறேன். ഇവനെ പിടിച്ച് പോലീസിൽ കൊടുക്കുകയാണ് വേണ്ടത്. മാമി എങ്കിട്ട് റിക്വസ്റ്റ് പണ്ണതിനാലേ ഞാനത് ചെയ്തില്ല. അതിലിവിടെ കൊലപാതകവും മോഷണവും ഒന്നും നടന്നിട്ടില്ലോ എന്റെ സ്വാമി. എടോ തബലേ, നിന്നെയാണ് ഉറക്കേണ്ടത്. നീയല്ലേ ഇവനെ എங்கே കൊണ്ടുവന്ന് താമസിപ്പിച്ചത് ബ്രാഹ്മണനാണെന്നും പറഞ്ഞ്? ഓ, അതാണോ സമാചാരം? ഞാൻ വിചാരിച്ചു വലിയ എന്തോ ഒരു എടാ, നിന്നെ ഞാൻ ഒരു പേരക്കുട്ടിയെ പോലെയാ കരുതിയിരുന്നത്. എന്നിട്ട് എന്നോട് ഈ ചതി ചെയ്തില്ലടാ മഹാഭാവി. ഇനി അങ്ങനെ തന്നെ കരുതിക്കൂടെ മാമി, പേരക്കുട്ടിയെ പോലെ. അതിനിപ്പോ എന്താ കുഴപ്പം? എടോ ഭൈരവൻ, ഇത് കേസ് ആൾമാറാട്ടമാക്കും.
ഉന്നെയും പിടിച്ച് പോലീസ് സ്റ്റേഷനിലാക്കും കാണണോ? DG പുലികേസി വീട്ടിലെ മാസം നവഗ്രഹ പൂജ ഗണപതി ഹോമം നടത്തത് இந்த பட்டாபியாக்கும் தெரியுமா உனக்கு? പുലിയുടെ വീട്ടിലെ ഹോമം പൂജ ഇതുമായിട്ട് എന്താ ബന്ധം സ്വാമി? என்னையா பிராமணன் சொல்லி ஒரு கிறிஸ்டியானி பையனை வீட்டில் வாடகை கொண்டு வந்தாக்கி எல்லாம் அசுத்தம் பண்ணதுக்கு அப்புறம் ஜோக் அடிக்கிறியா ஜோக்கு? എടോ പറ്റേ, നിങ്ങളൊക്കെ ഏത് ലോകത്താണോ ജീവിക്കുന്നത്? ഇപ്പൊ എന്ത് ബ്രാഹ്മിൻ, എന്ത് മുസ്ലിം, എന്ത് ക്രിസ്ത്യൻ, ഞങ്ങളൊക്കെ എല്ലാവരും മനുഷ്യന്മാരുടെ ലിസ്റ്റിലേ പെടുത്തിയിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഇവനെ ഇവിടെ കൊണ്ട് താമസിപ്പിച്ചത്. ஹாய் அடடடடா, நீ யாரு? பெரிய ராமகிருஷ்ண பரமஹம்சரோ அல்ல விவேகானந்த சுவாமிகளோ அதுவல்ல திருவள்ளுவரோ? பெரிய தத்துவம் பேசுற தத்துவம். கூட்டிட்டு போய் இவனை. அதுக்கு தாயா வந்தது. வாடோ. நாளைக்கு ஒரு சுத்தி கலசம் பண்ணட்டுமா? ഒന്നും മനഃപൂർവ്വമല്ല, എല്ലാറ്റിനും നന്ദിയുണ്ട്. എന്നോട് ക്ഷമിക്കണം.